Sir, good morning and welcome to the show. സാർ നമുക്ക് ആദ്യം US മാർക്കറ്റിലോട്ട് പോകാം. US മാർക്കറ്റിനെ സംബന്ധിച്ച് ഫെഡിൻ്റെ പലിശ നിരക്ക് കുറയ്ക്കും എന്നുള്ളൊരു തീരുമാനം വരുമെന്നുള്ളൊരു പ്രതീക്ഷയെ തുടർന്ന് മാത്രമല്ല ആ തീരുവയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങളിലൊരു അയവ് വരും എന്നുള്ളൊരു പ്രതീക്ഷയെ തുടർന്ന് തന്നെ US മാർക്കറ്റ് ഇന്നലെ നോക്കുമ്പോൾ നേട്ടത്തിലുള്ളൊരു ട്രേഡിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. നമുക്ക് പ്രധാനപ്പെട്ട സൂചികയിലൊക്കെ തന്നെ 1% അടുത്ത് നിൽക്കുന്ന ഒരു നേട്ടം, അതായത് ഡൗ ജോൺസ് 0.94%, S&P 500 0.8%, നാസ്ഡാക്കിൽ കറക്റ്റ് ഏകദേശം 1% അടുത്തൊരു നേട്ടവും രേഖപ്പെടുത്തിയ ഒരു ക്ലോസിംഗ് ആണ് ഇന്നലെ നടന്നത്. US മാർക്കറ്റിൽ താങ്കളുടെ ഒരു ടേക്കിന് എന്താണ്? വിഷ്ണു, അമേരിക്കൻ വിപണിയിൽ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന മേജർ റെസിസ്റ്റൻസ് 42,400 42,800 ഈ ഒരു റേഞ്ചിലായിരുന്നു. സോ നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസം മുൻപ് തന്നെ ആ ഒരു റേഞ്ചിൽ നിന്നും നമുക്കൊരു ബ്രേക്ക് ഔട്ട് ലഭിച്ചിരുന്നു. ആൻഡ് അതിനെ തുടർന്ന് ഇന്നലത്തെ മൂവ്മെന്റിൽ നാസ്ഡാക്ക് ഇൻഡെക്സിലും അതുപോലെ തന്നെ ഡൗ ജോൺസ് ഇൻഡെക്സിലും നമുക്ക് ശക്തി കാണാൻ സാധിക്കുന്നുണ്ട്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ എന്റെ എക്സ്പെക്ടേഷൻ ഇനി നമുക്ക് താമസിക്കാതെ തന്നെ പുതിയ ഒരു ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കും. നമ്മൾ നാസ്ഡാക്ക് 100 ഇൻഡെക്സ് പഠിക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കും ഓൾറെഡി ഇന്നലെ നമുക്ക് നാസ്ഡാക്ക് ഇൻഡെക്സ് ഒരു പുതിയ ഓൾ ടൈം ഹൈ നൽകി കഴിഞ്ഞു. സോ അമേരിക്കൻ ടെക്നോളജി സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദ മൊമെന്റ് ഇനി നമുക്ക് വീക്ക്നെസ് ഒന്നും തന്നെ അമേരിക്കൻ വിപണിയിൽ കാണാൻ സാധിക്കുന്നില്ല. സാർ, നമുക്കിനി കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് വരാം. നമുക്ക് ബ്രെൻഡ് ക്രൂഡ്, WT ക്രൂഡൊക്കെ നോക്കുമ്പോൾ ഇന്ന് 1% ഒരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു ട്രേഡിംഗ് ആണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വീക്ക്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഏകദേശം ഒരു 10% മുകളിലേക്ക് ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് നിലവിൽ ക്രൂഡിൽ ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ക്രൂഡിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, ക്രൂഡിന്റെ ഔട്ട്ലുക്കില് വീണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിൽ ഒത്തിരി വോളറ്റിലിറ്റി നമുക്ക് കാണാൻ സാധിച്ചു ക്രൂഡിന്റെ കേസിൽ. അതിനെ തുടർന്ന് നമുക്കിപ്പോൾ ലോ റിസ്ക് ആയിട്ട് ഒരു ട്രേഡിംഗ് ഹൗസിലും ക്രൂഡിന്റെ കേസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആസ് ട്രേഡേഴ്സ് നമ്മൾ ഈ ഒരു കമോഡിറ്റിയിൽ നിന്നും തൽക്കാലം മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. സാറിന് ഈ ഗോൾഡിലോട്ട് വരുമ്പോൾ 0.6% ഒരു ഇടിവാണ് രേഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നത്. 3307 എന്നൊരു നിലയിലാണ് ഗോൾഡിൽ ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിൽ മുന്നോട്ട് താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ദ ലോങ് ടേം. ബട്ട് ഷോർട്ട് ടേമിൽ നമുക്കൊരു സൈഡ് വേസ് പാറ്റേൺ ഇപ്പൊ കാണാൻ സാധിക്കുന്നത്. കൈവശം നമുക്ക് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ $2,295 ലെവലിൽ $3,295 ലെവലിൽ നമ്മൾ ഒരു സ്റ്റോപ്പ് സ്ട്രിക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. 3,295 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കും. ഇന്നത്തെ ട്രേഡിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ $3,390 ലെവലിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായിട്ട് കാണുന്നത്. ഇനി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. നിഫ്റ്റി നോക്കുമ്പോൾ 25,549 എന്നൊരു നിലയിൽ 304 പോയിന്റിൻ്റെ ഒരു നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏതായാലും 9 മാസത്തെ പുതിയ ഒരു ഉയർച്ച നിഫ്റ്റി രേഖപ്പെടുത്താൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. 1 അവർ ക്യാൻഡിൽ നോക്കുമ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ ഒരു നേട്ടം രേഖപ്പെടുത്തി ഒരു ക്ലോസ് ചെയ്തപ്പോൾ പിന്നീട് അങ്ങോട്ടൊരു സൈഡ് വൈസും പിന്നീട് മാർക്കറ്റ് മുകളിലോട്ടൊരു കുതിക്കുന്ന ഒരു കാഴ്ചയുമാണ് നമുക്കിന്നലെ കാണാൻ സാധിച്ചത്. നിഫ്റ്റി 50യിൽ താങ്കളുടെ ഒരു ടേക്കിന് എന്താണ്? നിഫ്റ്റി 50യുടെ കേസിലും നമ്മൾ കുറെ ദിവസങ്ങളായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് സോൺ 25,000 25,100 ആ ഒരു റേഞ്ചിലായിരുന്നു. സോ കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ആ ഒരു ലെവലിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് ലഭിച്ചിട്ടുണ്ട്. നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോണിന് വളരെ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ഡൗ ജോൺസ് ഇൻഡെക്സിനെ കുറിച്ച് പറഞ്ഞു. ഡൗ ജോൺസ് ഇൻഡെക്സിനെ പോലെ തന്നെ നിഫ്റ്റി 50യിലും താമസിക്കാതെ തന്നെ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കും. നിഫ്റ്റി 50യുടെ ഇന്നലത്തെ നമ്മൾ ഹീറ്റ് മാപ്പ് നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന റിലയൻസ് ഇൻഡസ്ട്രി, HDFC ബാങ്ക്, ഭാരതി എയർടെൽ മുതലായ എല്ലാ മേജർ സ്റ്റോക്സിൽ നിന്നും നമുക്കൊരു സപ്പോർട്ട് നിഫ്റ്റി 50ക്ക് ലഭിച്ചിട്ടുണ്ട്. ഒത്തിരി ആഴ്ചകൾക്ക് ശേഷം ഇത്രയും ബ്രോഡ് ബേസ്ഡ് ആയിട്ട് ഒരു റിക്കവറി ആൻഡ് റാലി നമ്മൾ മാർക്കറ്റിൽ കാണുന്നത്. സാറിന് ഈ ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരാം. ബാങ്ക് നിഫ്റ്റി 57,206 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തത്. 585 പോയിന്റിൻ്റെ നേട്ടമായിരുന്നു. ഏതായാലും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നലെ ഒരു നിർണായക ദിവസമായിരുന്നു. പുതിയൊരു ഓൾ ടൈം ഹൈ ബാങ്ക് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 57,263 എന്നൊരു നിലയിലാണ് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ ഒരു വ്യൂ ഇനി എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും നമുക്ക് ബുള്ളിഷ്നെസ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇന്നലെ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ ലഭിച്ചതിനെ തുടർന്ന്
ഇനി കാര്യമായിട്ടൊരു മേജർ റെസിസ്റ്റൻസ് ഒന്നും തന്നെ കാണുന്നില്ല. ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട രണ്ട് മേജർ ടാർഗറ്റ് ഏരിയാസ്, ആദ്യത്തെ 57,800 അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ 58,700 പോയിന്റ്, 57,800 ആൻഡ് 58,700, ഇത് രണ്ടുമായിരിക്കും അടുത്ത രണ്ട് മേജർ റെസിസ്റ്റൻസ് സോൺസ്. സാറിന് നമുക്ക് സ്റ്റോക്കിൻ ഫോക്കസിലോട്ട് വരാം. നമുക്ക് ആദ്യം ചോദിക്കാനുള്ള ഒരു സ്റ്റോക്ക് FMCG ഭീമനായിട്ടുള്ള നെസ്ലെ ഇന്ത്യയെ പറ്റിയാണ് അറിയേണ്ടത്. സ്റ്റോക്ക് നോക്കുമ്പോൾ ഇന്നലെ 1% ഒരു നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. 2431 എന്നൊരു നിലയിലാണ് ഇന്നലെ നെസ്ലെ ഇന്ത്യയുടെ ഒരു ക്ലോസിംഗ് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെസ്ലയെ പറ്റി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഒരു മന്ത്ലി കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞൊരു 3 മാസം നേരിയ ഒരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു ക്ലോസിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. നെസ്ലയെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസായിട്ട് ഷെയർ ചെയ്യാനുള്ളത്, കമ്പനി ആദ്യമായി ഒരു ബോണസ് ഇഷ്യൂവിന് ഒരുങ്ങുന്നു എന്നുള്ളൊരു വാർത്തയും ലഭ്യമായിട്ടുണ്ടായിരുന്നു. നെസ്ലെ ഇന്ത്യയെ പറ്റി താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, നമ്മൾ നെസ്ലെ ഇന്ത്യ നമ്മൾ നിഫ്റ്റി 50യോട് കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കഴിഞ്ഞ 5-8 മാസമായിട്ട് അണ്ടർ പെർഫോമൻസ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇത് നമ്മൾ ഗ്ലോബൽ FMCG സ്റ്റോക്സ്, ഫോർ എക്സാമ്പിൾ കോൾഗേറ്റ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഇത്തരം സ്റ്റോക്സ് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് ഇതേ പാറ്റേൺ കാണാൻ സാധിക്കുന്നു. ഡൊമസ്റ്റിക് ആയിട്ടുള്ള ITCയുടെ കേസിന് ഇതേ പാറ്റേൺ കാണാൻ സാധിക്കുന്നു. അതായത് ജനറലി സ്പീക്കിംഗ് FMCG സെക്ടറിൽ നമുക്ക് അണ്ടർ പെർഫോമൻസ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഒരു മേജർ എക്സെപ്ഷൻ കഴിഞ്ഞ 3-4 ദിവസത്തിനിടെ ഞാൻ ഇതിനു മുൻപും ഇതേ സ്പോട്ടിൽ ചൂണ്ടിക്കാണിച്ചത് ബജാജ് കൺസ്യൂമറിന്റെ കേസിലായിരുന്നു. ബജാജ് കൺസ്യൂമറിന്റെ കേസിൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ നെസ്ലെ ഇന്ത്യയുടെ സ്പെസിഫിക് കേസിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് അതല്ലെങ്കിൽ ഒരു ബൈ ട്രിഗർ ലഭിക്കണമെങ്കിൽ 2480 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് നെസ്ലെ ഇന്ത്യയുടെ കേസിൽ കാണാൻ സാധിക്കത്തുള്ളൂ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് തൽക്കാലം മെയിൻറ്റെയിൻ ചെയ്യാം. സാറിന് ഈ യൂണിയൻ ബാങ്കിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 2.65% നേട്ടത്തിൽ 148 എന്നൊരു പ്രൈസിലാണ് യൂണിയൻ ബാങ്ക് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ മാസം ഓൾറെഡി 16% ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല യൂണിയൻ ബാങ്ക് 6000 കോടി രൂപ ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് എന്നീ രീതിയിൽ സമാഹരിക്കാൻ ഒരുങ്ങുന്നു എന്നൊരു ന്യൂസും ലഭ്യമായിട്ടുണ്ടായിരുന്നു. യൂണിയൻ ബാങ്കിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇനി എന്താണ്? യൂണിയൻ ബാങ്കിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ബട്ട് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിനോടൊപ്പം കമ്പയർ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി HDFC ബാങ്ക്, ICICI ബാങ്കിനോടൊപ്പം കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരിയൊരു അണ്ടർ പെർഫോമൻസ് യൂണിയൻ ബാങ്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ഇതിൽ അറ്റ് ദ മൊമെന്റ് ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. ഷോർട്ട് ടേം ട്രേഡിംഗിന് നമ്മൾ ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 150 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 160 കാണുന്നത്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിലെ ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. സാറിന് മറ്റൊരു ബാങ്കിൻ്റെ ഒരു വ്യൂ കൂടി അറിയണം. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വ്യൂ ആണ് അറിയേണ്ടത്. 0.69% നേട്ടത്തിൽ 116 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. കഴിഞ്ഞൊരു 3 മാസത്തെ റിട്ടേൺ നോക്കുമ്പോൾ 30% ഒരു റിട്ടേൺ സ്റ്റോക്ക് നൽകിയിട്ടുണ്ട്. ഏകദേശം 20,000 കോടി രൂപ ബാങ്ക് സമാഹരിക്കാൻ ഒരു തീരുമാനമെടുക്കുന്നു എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസും ലഭ്യമായിട്ടുണ്ട്. ബാങ്കിനെ സംബന്ധിച്ച് താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനോട് കൂടെ കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചക്കിടെ നമുക്ക് അണ്ടർ പെർഫോമൻസ് കാണാൻ സാധിക്കുന്നത്. ലോങ് ടേം ട്രെൻഡ് ഇൻ ബാങ്ക് ഓഫ് ഇന്ത്യ ബുള്ളിഷായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ബട്ട് ഷോർട്ട് ടേമിൽ നമുക്ക് അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 116 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. 116ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 125, 132. 132ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. സാറിന് നമുക്കൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് ഹിറ്റാച്ചി എനർജിയെ പറ്റിയാണ്. സ്റ്റോക്കിനെ സംബന്ധിച്ച് ഇന്നലെ ഒരു 1% ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത്. 19,441 ഇപ്പോഴൊരു സ്റ്റോക്കിൻ്റെ ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് കാണുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒരു ജാനുവരി തൊട്ടൊക്കെ ഒരു കൺസോൾട്ടേഷൻ നടന്ന സ്റ്റോക്കിൽ പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നത് ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസത്തിൽ വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ മാസം 32% ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല വലിയ രീതിയിലൊരു വോളിയം ഈ ഒരു സ്റ്റോക്കിൽ ട്രേഡിംഗ് നടക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഹിറ്റാച്ചിയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്?
ഹിറ്റാച്ചിയുടെ കേസിലെ വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലായിരുന്നു ഈ സ്റ്റോക്കിന് ഒരു മേജർ ബോട്ടം ഏകദേശം 8,800 രൂപയ്ക്ക് അടുത്തായിരുന്നു. അതിനുശേഷം ഗ്രാജുവൽ ആയിട്ട് ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. സ്റ്റോക്കിൽ താമസിക്കാതെ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈയും എക്സ്പെക്ട് ചെയ്യാം. കറന്റ് ലെവൽസിൽ ഹൗവർ നമുക്ക് ലോ റിസ്കിൽ ഒരു പുതിയ ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ഒരു കാര്യം കൂടി പ്രേക്ഷകരോട് പറയുകയാണ്, ഹിറ്റാച്ചി എനർജിക്ക് പവർ ഗ്രിഡിൽ നിന്ന് പുതിയൊരു ഓർഡർ ലഭിച്ചതായിട്ടൊരു ന്യൂസ് കൂടിയുണ്ട്. ഏതായാലും അതുകൂടി ഒന്ന് ഷെയർ ചെയ്യാണ്. നമുക്ക് അടുത്ത സ്റ്റോക്കിലോട്ട് പോകാം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് സാർ ഇനി നമുക്ക് അറിയേണ്ടത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നോക്കുമ്പോൾ 3% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ഇന്നലെ ട്രേഡിംഗ് നടന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. 146 ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. സ്റ്റോക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ 3 മാസങ്ങളിൽ സ്റ്റോക്ക് നേട്ടം രേഖപ്പെടുത്തിയാണ് ഒരു ക്ലോസിംഗ് എടുക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 30% നേട്ടം IOC നൽകി കഴിഞ്ഞു. IOCയിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? IOCയുടെ കേസിൽ കഴിഞ്ഞ 3-4 ആഴ്ചകളായിട്ട് നമുക്കൊരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് എസ്പെഷ്യലി കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ നടന്നിരിക്കുന്ന മൂവ്മെന്റിനെ തുടർന്ന് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുന്ന ഒരു കോണ്ടെക്സ്റ്റാണ് കാണുന്നത്. തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 152 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിന് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 135 സപ്പോർട്ടായിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. IOC, BPCL, ചെന്നൈ പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഈ 4 സ്റ്റോക്സിൽ നമ്മൾ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ക്രൂഡ് ഓയിലിന്റെ കേസിൽ വോളറ്റിലിറ്റി കാണുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റോക്സിൽ നമ്മൾ വോളറ്റിലിറ്റിക്ക് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ഇനി നമുക്ക് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ജൂലൈ 2024 ഒരു ഓൾ ടൈം ഹൈ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്ത് അതിനുശേഷം പിന്നീട് അങ്ങോട്ട് തുടർച്ചയായ മാസങ്ങളിൽ നമുക്ക് ഇടിവായിരുന്നു കാണാൻ സാധിച്ചത്. ഫെബ്രുവരി വരെ ആ ഒരു ഇടിവ് തുടർന്നതിന് ശേഷം നമുക്ക് മാർച്ച് തുടങ്ങി നോക്കുമ്പോൾ സ്റ്റോക്കിൽ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ക്ലോസിംഗ് ആണ് എല്ലാ മാസവും രേഖപ്പെടുത്തുന്നത്. ഈ ഒരു മാസം നോക്കുമ്പോൾ വലിയ രീതിയിലൊരു വോളിയം ഈ ഒരു സ്റ്റോക്കിൽ ട്രേഡിംഗ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. താങ്കളുടെ ഒരു വ്യൂ എന്താണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ? വിഷ്ണു, നമ്മൾ ഷിപ്പിംഗ് കോർപ്പറേഷന്റെ കേസിൽ നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നടന്ന ടെൻഷനെ തുടർന്ന് നമുക്ക് കഴിഞ്ഞ 1 മാസത്തിനിടെ വലിയ നേട്ടമായിരുന്നു കാണാൻ സാധിച്ചത്. ഇതിന്റെ പ്രധാന കാരണം ബാൾട്ടിക് ഫ്രൈറ്റ് ഇൻഡെക്സിൽ കണ്ടമാനം നമുക്ക് ഒരു നേട്ടം കാണാൻ സാധിച്ചിരുന്നു. അതിനെ തുടർന്ന് ബോത്ത് ഷിപ്പിംഗ് കോർപ്പറേഷൻ ആൻഡ് ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗിന്റെ കേസിൽ ഒത്തിരി അപ്വേർഡ് മൂവ്മെന്റും ഗെയിൻസും നമുക്ക് ലഭിച്ചിരുന്നു. ബട്ട് ഇസ്രായേൽ സംഘർഷത്തിൽ നമുക്കൊരു കൂൾ ഡൗൺ കാണാൻ സാധിച്ചതിനെ തുടർന്ന് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ താമസിക്കാതെ ബാൾട്ടിക് ഫ്രൈറ്റ് ഇൻഡെക്സിൽ ഒരു കറക്ഷൻ നടക്കാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു താഴോട്ട് ഡൗൺവേർഡ് കറക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് കോർപ്പറേഷന്റെ ഷെയർ പ്രൈസസിൽ നമുക്കൊരു ഇടിവ് പ്രതീക്ഷിക്കാം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 209 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. 209 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാറിന് നമുക്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 0.3% ഒരു ഇടിവായിരുന്നു ഇന്നലെ രേഖപ്പെടുത്തിയത്. 38 ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലൊക്കെയുള്ള അല്ലെങ്കിൽ ഒരു താഴോട്ടുള്ള ഒരു പോക്കാണ് സ്റ്റോക്ക് കഴിഞ്ഞൊരു മെയ് 2024 മുതൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിൽ ഒരു ബോട്ടം കണ്ടോ? താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? വിഷ്ണു, നമ്മള് പബ്ലിക് സെക്ടർ ബാങ്ക്സിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ലാർജ് പബ്ലിക് സെക്ടർ ബാങ്ക്സ്, സ്മോൾ പബ്ലിക് സെക്ടർ ബാങ്ക്സ്. ഈ സ്മോൾ പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെടുന്നത് സെൻട്രൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യൂക്കോ ബാങ്ക്, IOB, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക്. സോ ഈ 6 സ്റ്റോക്സിൽ നമ്മൾ കാണുന്ന പാറ്റേൺ ഈസ് സൈഡ് വേസ്. ഈ 6 സ്റ്റോക്സിലും നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷും ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സും അതുപോലെ തന്നെ നിഫ്റ്റിയുടെ PSU ബാങ്ക് ഇൻഡെക്സിനെ അപേക്ഷിച്ച് ഈ 6 സ്റ്റോക്സിലും കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് അണ്ടർ പെർഫോമൻസ് കാണാൻ സാധിക്കുന്നത്. സെൻട്രൽ ബാങ്കിന്റെ സ്പെസിഫിക് കേസിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് അതല്ലെങ്കിൽ ഒരു ബൈ ട്രിഗർ ലഭിക്കണമെങ്കിൽ 41.50 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 46.50 രൂപ.
സാറിനി നമുക്ക് സുസ്ലോണിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 0.3% നേട്ടത്തിൽ 64 എന്നുള്ളൊരു പ്രൈസിലായിരുന്നു ലാസ്റ്റ് ട്രേഡ് പ്രൈസ് കാണാൻ സാധിക്കുന്നത്. സുസ്ലോണിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ മാസത്തിൽ ഏകദേശം ഒരു 26% നേട്ടം രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ട്. ഈ മാസം 9% ഒരു ഇടിവും രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. സുസ്ലോണിൽ താങ്കളുടെ ഒരു ടേക്കിനി എന്താണ്? സുസ്ലോണിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 60 രൂപ. സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ട്രിഗർ ലഭിക്കണമെങ്കിൽ 66 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 66ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 70 രൂപ, അതിന് ശേഷം 75 രൂപ. ഏതായാലും മാർക്കറ്റിൽ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ചില ലെവലുകൾ നോക്കാം. നമുക്ക് നിഫ്റ്റിയിലെ ചില ലെവലുകൾ നോക്കാം. നിഫ്റ്റിയിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എക്സ്പേർട്ട് ഒപ്പീനിയൻ പ്രകാരം പിവറ്റ് പോയിന്റുകളെ അടിസ്ഥാനമാക്കിയുള്ള പ്രതിരോധം എന്ന് പറയുന്നത് 25,575 നമുക്ക് പരിഗണിക്കാവുന്ന ഒരു ലെവലാണ്. കൂടാതെ 25,647 എന്നൊരു ലെവല് മറ്റൊരു റെസിസ്റ്റൻസായി പരിഗണിക്കാം. 25,763 പിന്നീട് അങ്ങോട്ടൊരു റെസിസ്റ്റൻസായി നമുക്ക് പരിഗണിക്കാവുന്നത്. സപ്പോർട്ടിലോട്ട് വരുമ്പോൾ 25,341, 25,269, 25,153 എന്നൊരു ലെവലിലേക്ക് നമുക്ക് ഒരു സപ്പോർട്ടായിട്ട് പരിഗണിക്കാവുന്നതാണ്. സാർ, നമ്മളിപ്പോൾ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു സ്റ്റോക്ക് സൂര്യ റോഷ്നിയായിരുന്നു. താങ്കളുടെ ഒരു വ്യൂ ആ ഒരു സ്റ്റോക്കിനെ പറ്റി പറയാമോ? വിഷ്ണു, സൂര്യ റോഷനിയുടെ ഡേറ്റ ഇമ്മീഡിയറ്റ്ലി ലഭിക്കുന്നില്ല. അടുത്തൊരു സ്റ്റോക്കിലോട്ട് കിടക്കാം. ശരി സാർ, നമുക്ക് അടുത്തൊരു സ്റ്റോക്ക് ഇനി ചോദിക്കാനുള്ളത് കാസ്ട്രോൾ ഇന്ത്യ ആണ്. നമുക്ക് കാസ്ട്രോൾ ഇന്ത്യയുടെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നിലവിൽ കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ ട്രേഡിങ്ങിൽ 1.37% ഒരു നേട്ടം രേഖപ്പെടുത്തി 214 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണുന്നത് ഓഗസ്റ്റ് 2024 സ്റ്റോക്കിൻ്റെ ഒരു വ്യൂ ഇനി എന്താണ് താങ്കളുടെ? കാസ്ട്രോൾ ഇന്ത്യയുടെ കേസിൽ നമുക്ക് കഴിഞ്ഞ മാർച്ച് മാസത്തിന് ശേഷം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നു. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസായി മാറിയിരുന്നു. നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തു വരുന്നുണ്ട്. ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം. ഇതിന് കാര്യമായിട്ട് കടങ്ങളൊന്നും തന്നെ ഇല്ല. ബട്ട് ഈ സ്റ്റോക്ക് നിഫ്റ്റി 50 അപേക്ഷിച്ച് കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ട് അണ്ടർ പെർഫോമൻസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിലൊരു കറന്റ് ലെവൽസിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 199 രൂപയിലെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 223-ലും 235-ലും കാണുന്നത്. ഈ രണ്ട് റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. സാർ, നമ്മുടെ അടുത്ത വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്ക് സുന്ദരം ക്ലേട്ടൺ ലിമിറ്റഡ് ആണ്. 2080 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 1.85% ഒരു നേട്ടമാണ് സ്റ്റോക്കിന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മാസത്തിൽ 25% നേട്ടം നൽകിയൊരു സ്റ്റോക്കായിരുന്നു. എന്നാൽ ഈ ഒരു മാസം നമുക്ക് നോക്കുമ്പോൾ ഒരു 16% ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ആ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, സുന്ദരം ക്ലേട്ടൺ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ നിഫ്റ്റി 50യോട് കൂടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി കണ്ടിന്യൂ ചെയ്യുന്നു. നമുക്ക് ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന രണ്ട് മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ 2240, അതിനുശേഷം 2360. 2360ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേമിൽ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. സാറിന് നമുക്ക് IEXൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. IEX സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ 0.6% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. 190 എന്നുള്ളൊരു നിലയിലാണ് സ്റ്റോക്ക് ഒരു ട്രേഡിംഗ് ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 3 മാസങ്ങളിൽ സ്റ്റോക്ക് നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു കാഴ്ചവെച്ചത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? IEXന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസും ഷോർട്ട് ടേം ട്രെൻഡ് അല്പം ബെയറിഷും ആയിട്ട് കാണുന്നത്. എസ്പെഷ്യലി കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിച്ചിട്ടുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് ലോസ് 176 രൂപ. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒരു പുതിയ ട്രേഡിംഗ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 196. 196ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 203-215 ആയിരിക്കും.
സാർ ഇനി നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്ക് EID പാരിയാണ്. നമ്മൾ നോക്കുമ്പോൾ 1019 ഇപ്പോഴത്തെ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ്. 3% ഒരു ഇടിവ് ഇന്നലെ സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാലും ഒരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ 4 മാസമായി വലിയ രീതിയിൽ നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട് സ്റ്റോക്ക്. മാത്രമല്ല പുതിയൊരു ഓൾ ടൈം ഹൈ ഈ ഒരു മാസം ഈ ഒരു സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുമുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇനി എന്താണ്? EID പാരിയുടെ കേസിൽ മാർച്ച് മാസത്തിന് ശേഷം നമുക്ക് കണ്ടിന്യൂസ് ബൈയിങ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന ആ ഒരു വീക്ക്നെസ്, ഇറ്റ് വാസ് ഓൺലി പ്രോഫിറ്റ് ടേക്കിംഗ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 920 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. കറന്റ് ലെവൽസിൽ ഹവർ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മൾ EID പാരിയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റ് പല ഷുഗർ സ്റ്റോക്സിലും കഴിഞ്ഞ 2-3 ആഴ്ചക്കിടെ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ആന്ധ്ര ഷുഗേഴ്സ്, ഡാൽമിയ ഷുഗേഴ്സ്, ഇതിലൊക്കെ ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതിനെ തുടർന്ന് ഈ സ്റ്റോക്സിന്റെ ഒക്കെ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. സാർ നമ്മുടെ അടുത്തൊരു സ്റ്റോക്ക് ജിയോഫിൻ ആണ്. ജിയോഫിൻ നോക്കുമ്പോൾ ഇന്നലെ 3% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. 312 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് മാർച്ച് തുടങ്ങി നോക്കുമ്പോഴുള്ള ഇപ്പോഴത്തെ ഒരു റിട്ടേൺ നോക്കുമ്പോൾ 50% എന്നുള്ള റിട്ടേൺ ഇപ്പോൾ കഴിഞ്ഞതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. തുടർച്ചയായി എല്ലാ മാസവും നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ മാർച്ചിന് ശേഷം ജിയോഫിനിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ജിയോഫിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സ്റ്റോക്കിൽ ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് 340-ഉം 360-ഉം. പേഴ്സണലി എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഈ 2 റെസിസ്റ്റൻസും താമസിക്കാതെ ബ്രേക്ക് ചെയ്യപ്പെടും. ആ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ജിയോഫിന്റെ കേസിൽ പുതിയൊരു ഓൾ ടൈം ഹൈ തന്നെ പ്രതീക്ഷിക്കാം. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ ലോങ് ടേമിന് വേണ്ടി തന്നെ നമുക്ക് ലോങ് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കാം. 278 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ ഈ സ്റ്റോക്കിന്റെ ട്രെൻഡ് റിവേഴ്സൽ നടക്കാൻ പോകുന്നുള്ളൂ. അറ്റ് ദിസ് മൊമെന്റ് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവായിട്ടാണ് കാണുന്നത്. സാർ നമുക്ക് അടുത്തൊരു സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലുള്ളത് റെഡ് ടേപ്പ് ആണ്. റെഡ് ടേപ്പ് നോക്കുമ്പോൾ 1.14% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. 127 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സ്റ്റോക്ക് 2023 ലിസ്റ്റിങ്ങിന് ശേഷം പിന്നീട് ഒക്ടോബർ 2024 ഒരു ടോപ്പ് അല്ലെങ്കിൽ ഒരു ഓൾ ടൈം ഹൈ രേഖപ്പെടുത്തി. പിന്നീട് അങ്ങോട്ട് സ്റ്റോക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇടിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, അൺഫോർച്ചുനേറ്റ്ലി റെഡ് ടേപ്പിന്റെ കേസിൽ നമുക്ക് അറ്റ് ദ മൊമെന്റ് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ നമ്മൾ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. സോ തൽക്കാലം ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 120. ഇതിലൊരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ സ്റ്റോക്ക് 140 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സാർ നമുക്കിനി അവസാനമായൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് ക്രോംപ്ടൺ ആണ്. ക്രോംപ്ടനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ ഇന്നലത്തെ ട്രേഡിങ്ങിൽ ക്രോംപ്ടൺ കാഴ്ചവെച്ചിരിക്കുന്നത് ക്രോംപ്ടൻ്റെ ഒരു ട്രേഡിംഗ് സാർ എനിക്ക് ചാർട്ട് നിലവിൽ ലഭ്യമല്ല. താങ്കൾക്ക് ആ ഒരു ചാർട്ട് ലഭ്യമാണെങ്കിൽ ക്രോംപ്ടൻ്റെ ഒരു വ്യൂ പറയാമോ? ക്രോംപ്ടന്റെ കേസിൽ നമുക്ക് ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഒത്തിരി സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 400 രൂപയ്ക്ക് അടുത്തായിരുന്നു ഓഗസ്റ്റ് മാസത്തിലെ ടോപ്പ് ലെവൽ. ആ കണ്ടിന്യൂസ് സെല്ലിങ്ങിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിരുന്നു. ബട്ട് കഴിഞ്ഞ 3 ആഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ ഗ്രാജുവൽ ആയിട്ട് ഒരു സപ്പോർട്ട് ബേസ് 300-320 ആ ഒരു റേഞ്ചിൽ ഫോം ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 370. 370 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 385, 410, 420. 420 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റും അനാലിസും മൈഫിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചതിന്. ഏതായാലും മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മുടെ ഇതുപോലത്തെ ഇത്തിരി എക്സ്പേർട്ട് ഒപ്പീനിയൻസും മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ലഭ്യമാകാൻ വേണ്ടി മൈഫിൻ TV ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. ആ ഒരു ഷോയുമായി ഇപ്പോൾ അനില ജോയിൻ ചെയ്യുന്നതാണ്.